Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൊട്ടറ്റോ ബജിയാണ്. ഇത് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബജി ഉണ്ടാക്കാനായിട്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി ഇതുപോലെ നന്നായി ചതച്ച ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചതച്ചെടുക്കാം. ഇഞ്ചി ഇതുപോലെ നന്നായി ചതച്ച ശേഷം ഒരു ചെറിയ കഷ്ണം സവാളയും കൂടെ ഇതുപോലെ ചതച്ചെടുക്കണം. പൊട്ടറ്റോ ബജി ആയതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ചേർക്കുന്നത് നല്ലതാണ്. ഇത് ചതച്ച് ചേർക്കുമ്പോൾ കൂടുതൽ മണവും രുചിയും കിട്ടും. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആഹാരത്തിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ ചതച്ച ശേഷം 1/2 ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ നന്നായി ചതച്ച ശേഷം ഇതെല്ലാം ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് കടലമാവ് കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം റവ കൂടി ചേർത്ത് കൊടുക്കണം. റവയ്ക്ക് പകരം 1/4 കപ്പ് അരിപ്പൊടി ചേർത്താലും മതി. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാവിൻ്റെ കട്ടയെല്ലാം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്യണം. റവ ചേർത്തത് കൊണ്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യണം. മാവ് ദോശ മാവിനേക്കാളും അല്പം കൂടെ കട്ടിക്കാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കൂടുതൽ കട്ടിയായി പോയെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യണം. അല്പം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ബജി ഉണ്ടാക്കാനായി ഞാൻ ഇതുപോലെ 2 ഉരുളക്കിഴങ്ങ് തൊലി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കണം. ഉരുളക്കിഴങ്ങിനെ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇതിനെ നന്നായി കഴുകി സ്റ്റാർച്ച് കളഞ്ഞെടുക്കണം. അപ്പോൾ കറുത്തു പോകാതെ ബജി ഉണ്ടാക്കാൻ പറ്റും. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങിനെ ഓരോ പീസായി എടുത്ത് ഇതുപോലെ മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. ബജി എണ്ണയിലിടുമ്പോൾ തീ കൂട്ടി വയ്ക്കണം. ഇതൊന്ന് പൊള്ളി വന്ന ശേഷം തീ കുറച്ച് വെച്ച് നന്നായി പൊരിച്ചെടുക്കാം. ഇതിൻ്റെ പുറവശം ചെറുതായിട്ടൊന്ന് ക്രിസ്പിയായി വരണം. തീ കുറച്ച് വയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും. ബജിക്ക് നല്ല കളറും ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.